ഈ കൈനറ്റിക് എനർജിനെ നമ്മൾ വേറൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഒരു ബ്രേക്ക് പാഡും ലൈനറൊക്കെ വെച്ചിട്ട് അവിടെ ചവിട്ടി പിടിച്ചു കഴിയുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നു, അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവുന്നു. ഹീറ്റ് എനർജി എന്ത് ചെയ്യണം? അന്തരീക്ഷത്തിലേക്ക് പോകണം. അത്രയും പ്രോസസ്സുകൾ നടന്നാലേ വണ്ടി നിൽക്കുള്ളൂ. ശരിയാണോ? അപ്പൊ ഇനി ഞാൻ മറ്റേ 3 മീറ്ററിനുള്ളിൽ വണ്ടി നിർത്തി കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പോയി കാണിച്ച ചിലപ്പോൾ നിൽക്കണം നിർബന്ധമൊന്നുമില്ല. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ബ്രേക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. സാഹചര്യങ്ങൾക്കനുസരിച്ച് ബ്രേക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഓടിച്ചോണ്ടിരിക്കുന്ന വണ്ടി എല്ലാ സമയത്തും ചവിട്ടിയാൽ എന്റെ കൺട്രോളിലാന്ന് പറയാൻ പറ്റുമോ? എന്റെ കൺട്രോളിലൊന്നും ആയിരിക്കില്ല, ഞാൻ അറിയണമെന്ന് പോലുമില്ല. അതായത് നിങ്ങൾക്കറിയാം, വണ്ടി ഇറങ്ങി പോകുന്ന സമയത്ത് തടിവണ്ടികളൊക്കെ വഴിക്ക് നിർത്തി വെച്ചേക്കണം നിങ്ങൾക്ക് കാണാം. ചോദിച്ചു കഴിഞ്ഞാൽ പറയും ബ്രേക്ക് ഇല്ല, ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് നിർത്തിയതാ. അതെന്താ ബ്രേക്ക് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ടയർ ഭയങ്കരമായിട്ട് ചൂടായി. അപ്പൊ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലെ? ഹീറ്റ് എനർജി ഉണ്ടായി. ഈ ഹീറ്റ് എനർജി പുറത്തേക്ക് ഡെസിപ്പേറ്റ് ചെയ്ത് പോകണം. വേണ്ടേ? വണ്ടിയിൽ ആവശ്യമില്ലാത്ത ആൾട്രേഷൻ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയും. കാരണം ടയറിലേക്ക് നന്നായിട്ട് കാറ്റ് കിട്ടുന്ന രീതിയിൽ വേണം അതിന്റെ ഡിസൈൻ. നമ്മൾ ഒരു സാധനം വെച്ച് പോലും മറക്കാൻ പറ്റില്ല. ഒരു ഓട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോടെ കാറ്റ് കയറി വന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക് ഇട്ടുണ്ടേ. അപ്പൊ അത് ഒരു മൊത്തം മൂടിക്കെട്ടിയാണോ ടയർ വെച്ചേക്കണേ? അല്ല, ഈ ടയറിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ കാറ്റടിക്കാൻ പാകത്തിനൊക്കെ ഡിസൈനിങ് ഇതിനകത്തുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത സാധനമൊക്കെ കയറ്റുമ്പോൾ ഇത് കുറയും അല്ലേ? ഒരു ടയർ ഒരു ഇതിനകത്ത് ഇരിക്കുമ്പോൾ ആ ടയറിനിടയ്ക്ക് മാക്സിമം ഗ്യാപ്പ് വേണം. നമ്മൾ ചെറിയ ടയർ വേണം, വലിയ ടയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കുറയും. ഗ്യാപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ കാറ്റുമായിട്ടുള്ള സമ്പർക്കം കുറയും, ബ്രേക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ എപ്പോഴും നടക്കണമെന്നൊന്നുമില്ല. നീക്ക് ഇതിലൂടെ പതുക്കെ ഓടിച്ചോണ്ട് നാപ്പയിലൊക്കെ പോകുമ്പോൾ ചവിട്ടിയ ചിലപ്പോൾ കിട്ടിയെന്നൊക്കെ വരും, അത്യാവശ്യ സമയത്ത് കിട്ടാതെ വരും. അപ്പൊ ചിലപ്പോൾ ബ്രേക്ക് ചൂടാവും. ഇനി എത്ര വലിയ എക്സ്പേർട്ട് ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ലൈനിൽ തെറ്റി അതിൻ്റെ അകത്ത് കിടന്ന് ടയർ ചൂടായി കഴിഞ്ഞു, അവനറിയണില്ല എന്ന് വിചാരിക്കാം. വണ്ടിനെ കുറിച്ച് അറിഞ്ഞാലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ അവൻ ഓടിച്ചു, കുറെ നേരം ടയർ ചൂടായി, അത്യാവശ്യ സമയത്ത് അവനൊന്ന് ചവിട്ടി, വണ്ടി നിൽക്കുവോ? അപ്പൊ അതുകൊണ്ട് ഈ വാഹനത്തെയൊക്കെ കുറിച്ച് നിങ്ങൾ ഒരു ധാരണ വേണം. അതിനാണ് ഈ സ്കൂളുകളിലൊക്കെ ഒരു 30 ദിവസം ക്ലാസ് കുറിച്ച് അവിടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ട് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഈ സാധനം കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിനാ സ്കൂളൊക്കെ അറേഞ്ച് ചെയ്തേക്കണം. അപ്പൊ അതിനനുസരിച്ച് ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് പോയി കാണണമെന്നല്ല. ഇവരിച്ച കഴിവ് കൂടുന്നു. ഞാൻ പറഞ്ഞു നോക്കിയാൽ മലയൊക്കെ സെറ്റപ്പ് അല്ലേ? അവിടെ കെട്ടിടങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കാണാൻ പറ്റുന്നു? നിന്റെ ഫ്രണ്ടിൽ ആരുടെ ഇത് ജോബാണ്. നീ തന്നെ ലൈസൻസ് എടുക്കണം, എന്നാലേ കൂടുതൽ ആളുകൾ പറ്റും. ഇപ്പൊ ഞാൻ അവരെ സംശയം പറഞ്ഞെങ്കിലും നിങ്ങളിപ്പോ ഈ ക്ലാസ്സിൽ ഇരുന്ന എത്ര പേര് തൊട്ട് ഫ്രണ്ടിലുള്ള അവരുടെ ഷർട്ടിന്റെ കളർ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പൊ നോക്കിയതല്ലാതെ വന്നു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണമെങ്കിൽ പല നിബന്ധനകളൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കണമെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ കുറെ നിബന്ധനകളുണ്ട്, എങ്കിൽ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ശരിയല്ലേ? എന്തൊക്കെയാ നിബന്ധന? കോളേജ് വിടണം, അങ്ങനെ നിബന്ധന ഉണ്ടെങ്കിലേ ശ്രദ്ധിക്കുള്ളൂ. അതിനു വേണ്ടി നമ്മൾ പോകണം. അതിനു വേണ്ടി പോകണം. ഈ ലോകത്തുള്ള എല്ലാ ഡ്രൈവർമാരുടെയും കുഴപ്പം ഇതാണ്, തൊട്ട് ഫ്രണ്ടിലുള്ളവരെ കണ്ട് നീങ്ങൽ ബസ് ഓടിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഇത്രയും നേരം അവന്റെ ഫ്രണ്ടിൽ അവൻ ഇരുന്നിട്ട് അവന്റെ ഷർട്ടിന്റെ കളർ പോലും മര്യാദയ്ക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വണ്ടി ഓടിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? ശരിയല്ലേ? അപ്പൊ അതൊരു കഴിവുറവാ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും ശ്രദ്ധ വലിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്ന് മാത്രമേ എഴുതി നോക്കുന്നു. ഇനി നമ്മൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കാര്യവും അതിന്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരു വാഹനത്തിന്റെ ഡോറ് തുറക്കണം. എങ്ങനെ തുറക്കണം? ഡോറ് നിസ്സാര കേസ്, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ. ഈ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് കുറവുകൾ ഉള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും അതിന്റെ ഒരു റൂൾ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഡോറ് തുറക്കാൻ പോലെ റൂൾ ഉണ്ടോ എന്ന് നോക്കണം. റൂൾ ഉണ്ടാവും കേട്ടോ.
അപ്പൊ അതിൻ്റെ അകത്ത് അത് നിങ്ങൾക്ക് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പോയി നോക്കുക, അങ്ങനെ ഡോർ തുറക്കാൻ പറ്റൂ എന്നുള്ളത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുക. അതിന് ഏത് കൈ കൊണ്ട് ഡോർ തുറക്കണം എന്നാ പറഞ്ഞേക്കണേ? എന്തുകൊണ്ടാ വലുത് കൈ കൊണ്ട് തുറക്കരുതെന്ന് പറഞ്ഞു? ഇടത് കൈ കൊണ്ട് തുറക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഡോറിന്റെ മൂവ്മെന്റ് വളരെ കുറവ് വരാൻ വേണ്ടിയിട്ടാണ്. എത്ര പേര് അങ്ങനെ ചെയ്യുന്നത്? എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. നെടുങ്കണ്ടത്ത് വൺ വേയുടെ അവിടെ പോയി നിന്നാ മതി, നമ്മൾ ആൾക്കാരൊക്കെ കൃത്യമായിട്ട് എന്നൊക്കെ ചെയ്യണേന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നെടുങ്കണ്ടത്ത് വൺ വേ ഉണ്ടോ? ഉണ്ടോ? വൺ വേയിലൂടെ പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൂടെ പോകുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഇടത് കൈക്ക് ഡോർ തുറക്കാൻ പറഞ്ഞാലും ഏത് കൈക്ക് തുറക്കാൻ പറഞ്ഞാലും നമ്മൾ തുറക്കണ ഏത് കൈകളായിരിക്കും? ആദ്യം ഏറ്റവും എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്നോടത്ത് പിടിച്ച് ഡോർ തുറക്കും. ഒരു വണ്ടിയിൽ കയറണം, നമ്മളോട് എത്ര പറഞ്ഞാലും നമ്മൾ ഏറ്റവും ലോങ്സ്റ്റ് റൂട്ടിലൂടെ സഞ്ചരിച്ചു എന്ന് വണ്ടിയിൽ കയറൂല. കയറുമോ? ആരോട് വണ്ടിയിലേക്കൊന്നും ഒന്ന് അകത്തോട്ട് കയറാൻ പറഞ്ഞാലും വന്ന് കയറുന്നതിന് വേണ്ടിയായിരിക്കും. ഇപ്പൊ ഡോറിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അവൻ ആ വണ്ടി കൂടെ ഓടി ഇപ്പൊ വന്നിട്ട് ഈ ഡോർ തുറന്നിട്ട് അകത്ത് കയറും. ഒരാൾ പോലും അന്നാ പുറകുവശത്തോടെ ഇങ്ങനെ ചുറ്റി വന്ന് ഡോറ് കയറാം അല്ലേ? അപ്പുറം സൈഡിൽ നിന്ന് ഇറങ്ങുന്നവർ എന്ത് ചെയ്യണം? ഏറ്റവും ലോങ്സ്റ്റ് വേ തെരഞ്ഞെടുക്കണം. അതെന്തിനാ? അത്രയും ഭാഗം നമുക്ക് കണ്ടുപോയി ഡ്രൈവ് സീറ്റിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ പറയും, പക്ഷെ ആരും അത് ചെയ്യില്ല. അങ്ങനെ ഒന്ന് ഡോറിലേക്ക് വന്ന് ഇങ്ങനെ ഇറങ്ങി ബാക്ക് ചുറ്റി ഇങ്ങനെ വന്ന് ഇപ്പുറത്ത് ഡോറിൽ കയറുമ്പോ കുറെ ഉപകാരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? ഒരാള് പുറകിൽ നിന്ന് വന്നാണ് ഡോറ് തുറക്കണമെങ്കിൽ അവൻ എത്രത്തോളം ഡോറ് തുറക്കണം അകത്തോട്ട് കയറാൻ? സിമ്പിളായിട്ട് നമ്മള് ഇത് വണ്ടിയാന്ന് വിചാരിക്കാം, ഇവിടെയാണ് ഡോറ്. ഞാൻ ഈ ഡോറിലേക്ക് വരണമെങ്കിൽ ഏതിലൂടെ വരുന്നു? ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് എവിടെ പോകാൻ പാടില്ല, ഡോറിൽ പോകരുത്. അതിന് പകരം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണം. ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ട് ഈ ഡോറ് തുറക്കാവുള്ളൂ. അതിന്റെ കാരണം എന്താ? എനിക്ക് ഇത്രയും ഭാഗം ഇത് കണ്ടുവരാൻ പറ്റും. വണ്ടിയുടെ പുറകുവശത്ത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ്. ആ വരുന്ന വരവില് വണ്ടിയുടെ എല്ലാ ടയർ അടക്കം എല്ലാം നോക്കി പോരാൻ പറ്റൂലേ? ഇതെല്ലാം കഴിഞ്ഞു വന്ന് ഇവിടെ ഡോറ് തുറന്നു കഴിയുമ്പോൾ 1.5 അടി തുറന്നാൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. ഞാൻ ഈ ഫ്രണ്ട് വഴിയാണ് വരുന്നതെങ്കിൽ എന്തോരം ഡോറ് തുറക്കണം? ഞാൻ ഇങ്ങനെ വരും, തുറന്നു കിട്ടണമെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ വരുന്നു. എനിക്ക് ഇത്രയും ഭാഗം ക്രോസ് ചെയ്ത് എനിക്ക് വേറൊരു വണ്ടി എന്നെ വന്ന് ഇരിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ഞാൻ ഇങ്ങനെ വന്ന് കവർ ചെയ്തത്. നീ ഇവിടെ എന്നിട്ട് തുറക്കുമ്പോഴാണെങ്കിലോ ഡോറ് കൂടുതൽ തുറന്നാലാണ് പിന്നെ നമ്മൾ അകത്തോട്ട് കയറുള്ളൂ. ഇങ്ങനെ വരുന്ന ഒരാൾ ഡോർ ഇങ്ങനെ തുറന്നിട്ടേ കയറുള്ളൂ. കുറഞ്ഞ ദൂരമാണ് ഡോറ് തുറക്കുള്ളൂ. അവിടെ നിന്ന് വരുന്നവർ എന്ത് ചെയ്യും? ഡോറ് വലിച്ചിങ്ങനെ തുറന്നിട്ട് ഡോറിന്റെ എൻഡിലേക്ക് വന്നിട്ടാണ് കയറുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വേണം വന്ന് കയറാൻ വണ്ടിക്കകത്ത്. അപ്പൊ ആ വണ്ടി മൊത്തത്തിലൊന്ന് കാണുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. ഇതൊക്കെ നമ്മുടെ ഈ കുറവുകൾ കൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലേ? പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞു, കണ്ണിന് ആവശ്യമുള്ളതേ കാണുള്ളൂ. കണ്ണിന് ആവശ്യമുള്ളത് മാത്രമേ കാണുള്ളൂ. എല്ലാം കണ്ണ് കാണുന്നില്ല. ഉണ്ടോ? നിങ്ങളൊക്കെ ഇന്ന് വീട്ടിൽ നിന്ന് വന്നാലേ എന്തൊക്കെ കണ്ടു? നീ വീട്ടിൽ നിന്ന് വന്നിട്ട് എന്തൊക്കെ കണ്ടു ഒന്ന് പറയാം. എന്നൊക്കെ കണ്ടാലേ വന്ന വഴി എന്താന്ന് ഇത് പണ്ട് മറ്റേ തൊഴിലുറപ്പുകാരോട് എന്നാ പരിപാടി എന്ന് മറ്റേ വാട്സപ്പിൽ ചോദിച്ചു വരെ. ഞങ്ങൾ രാവിലെ വരും, രാവിലെ ചോറും ഉച്ചയ്ക്ക് ചോറും 4 മണിയാകുമ്പോൾ ചോറും രാവിലെ പോകുന്നു പറഞ്ഞു. ഇതൊക്കെ എന്തെങ്കിലും നിന്നോട് ചോദിച്ചാൽ നീ കൃത്യമായിട്ട് പറയോ? ഈ വന്ന കാര്യങ്ങളൊക്കെ നീ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും, അത് കൃത്യമായിട്ട് പറയോ? പറയോ? കോടാനുകോടി സാധനങ്ങൾ നീ കണ്ടിട്ടുണ്ടല്ലോ. നീ ഇപ്പൊ ആകെ 7 എണ്ണം എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. ആ 7 എണ്ണം തന്നെ ജാമ്യത്തിലാണ്. അത് ഒന്നോടെ വൃത്തിയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിട്ടുണ്ടാവില്ല. ശരിയല്ലേ? എന്നാ അതിന് പകരം കൊച്ചവിടെ പോവാണെങ്കിൽ
ഏതെങ്കിലും കുറച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും. പക്ഷെ അത് എന്തായിരിക്കും? കണ്ണിന് ഇഷ്ടപ്പെട്ടതാണ്. അതായത് ഏതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് കണ്ണിന് ഇഷ്ടപ്പെട്ടതേ കണ്ണ് കാണുമോ. അത് നമ്മളെ പോലെ തന്നെ ഡ്രൈവർമാരും അല്ലെ, നമ്മൾ തന്നെയല്ലേ ഡ്രൈവർമാരും. വണ്ടിയിൽ ഇരിക്കുന്നവനും ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നില്ല. ഇവന്റെ ശ്രദ്ധ ഇവന്റെ കണ്ണിന് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുള്ളൂ. വണ്ടി ഓടിച്ചാലും എന്ത് ഓടിച്ചാലും അഭിനയിക്കും. പക്ഷെ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ പാടില്ല. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഓവർ സ്പീഡാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഓവർ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 70 നിങ്ങൾ അല്ലെ? അതല്ല, റോഡിനനുസരിച്ചുള്ള സ്പീഡാണ് ഓവർ സ്പീഡ് അല്ലേ? നിങ്ങൾ അതിന്റെ ഒരു സംശയം നോക്കണമെങ്കിൽ ഒരു 100 മീറ്റർ ഓടുന്ന ഒരാളും ഒരു 400 മീറ്റർ ഓടുന്ന ആള് വെച്ചൊന്ന് കമ്പയർ ചെയ്താണ് അല്ലെ? 100 മീറ്റർ ഓടുന്ന ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഓടാൻ പറ്റുമോ? അതെന്തുകൊണ്ടാ? എത്രയും പെട്ടെന്ന് 100 മീറ്റർ കവർ ചെയ്യാൻ